റിയാസ് സലീം അങ്ങനെ ബിഗ് ബോസ് വീട് വിട്ട് പോയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ റിയാസിന്റെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി എയർപോർട്ടിൽ വന്ന് കഴിഞ്ഞ് ഷാനവാസിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു എന്നുള്ള രീതിയിൽ. ഇന്ന് രാവിലെ ലൈവ് കണ്ടപ്പോൾ എൻ്റെ കിളി മാറിപ്പോയി. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. കുറെ വേസ്റ്റ് വെച്ച് വരെ കമ്പയർ ചെയ്തു. ശരിക്കും റിയാസിനെ ശരിക്കും വട്ടുപിടിക്കുന്ന ഒരു അവസ്ഥയായി പോയി. പുള്ളി ഒട്ടും പ്രതീക്ഷ കാണത്തില്ല ഇങ്ങനെ സംസാരിക്കുമെന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇപ്പൊ റിയാസ് ഇറങ്ങിയ സമയത്താണെങ്കിൽ എല്ലാവരും ഹഗ് ചെയ്തിട്ട് പോലും ഈ പറയുന്ന ഷാനവാസിനെ ഒന്നും ഹഗ് പോലും ചെയ്തില്ല. പാവം പിടിച്ച ഷാനവാസ് പുള്ളി പിന്നെ മാന്യമായിട്ട് ഇങ്ങനെ നിന്ന്. ഓക്കെ, റിയാസിന്റെ ക്യാരക്ടർ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഓക്കെ, എന്തായാലും ഇന്നത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മുടെ ബിഗ് ബോസ് 5 മണി ആയപ്പോൾ തന്നെ സോന ഇടാൻ തുടങ്ങി. ഓക്കെ, 5 മണിക്ക് സോന, കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. 5 മണിക്കൊക്കെ സാധാരണ 8 മണി 9 മണിക്കൊക്കെ അല്ലേ ഈ പറയുന്ന ഫസ്റ്റ് മോർണിംഗ് സോങ്ങും കാര്യങ്ങളൊക്കെ വരെയൊക്കെ ചെയ്യുന്നത്. ഇന്ന് 5 മണിക്ക് വന്നെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒരുങ്ങാൻ പോകുന്ന സമയത്താണ് ഈ പറയുന്ന ബെഡ് കോഫി അങ്ങാണ്ട് കട്ടിലെല്ലാം വീഡിയോ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിയാസ് പറഞ്ഞു ഷാനവാസിന്റെ അടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇല്ല നെവിന്റെ വിഷയത്തിൽ തന്നെ ഈ പറയുന്ന റിയാസ് ഇച്ചിരി ചൊരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അത് സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ഒരു കലിപ്പ് വെച്ചുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഇങ്ങനെ പോലെ ഷാനവാസിനോട് പറഞ്ഞു ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യേണ്ട, ബെഡെല്ലാം ക്ലീൻ ചെയ്യുന്ന പറയുമ്പോൾ ഷാനവാസ് പറഞ്ഞു ഞാൻ ചെയ്യില്ല, കാരണം ടാസ്ക് തുടങ്ങിയില്ലല്ലോ, തുടങ്ങുമ്പോൾ ഞാൻ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അപ്പോഴത്തേക്ക് റിയാസ് കയറി അങ്ങോട്ട് തുടങ്ങി, സംസാരമായി. അപ്പോഴത്തേക്ക് അനീഷ് കയറി വന്നിട്ട് പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, അത് ഷാനവാസ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരമായപ്പോഴാണ് ഈ പറയുന്ന റിയാസ് ചെന്നിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളും എല്ലാം കൂടെ അടുത്ത് വലിച്ചെറിയൊക്കെ ചെയ്തത്. പിന്നീട് ഈ പറയുന്ന ഷാനവാസ് എന്നിട്ട് ഡ്രസ്സ് മാറി വന്ന്, അതായത് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാം ക്ലീൻ ചെയ്യാൻ തുടങ്ങി. പിന്നീട് നടന്നത് എൻ്റെ പൊന്നോ, ഞാൻ വീഡിയോസ് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് തരാം. നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വീഡിയോസ് ആണത്. ഒരാൾ നിൽക്കുമ്പോ അയാളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഉദ്ദേശിക്കുന്ന ഇയാൾക്ക് ഫിസിക്കലി അഗ്രസീവ് ആവാനും വേർബലി അബ്യൂസ് ചെയ്യാനൊക്കെ ഇവിടെ റൈറ്റ് ഉണ്ട്. ഇതാരും ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. ഇവിടെ വീക്കെൻഡിൽ ഇത് ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. തൊഴിലാളികളെ നെഞ്ചത്തോട്ട് കയറാൻ ഒരു വേസ്റ്റുകൾ ഇവിടെ അനുവദിക്കില്ല. ഷാനവാസ് ഡ്രാമ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായി. തൊഴിലാളികളെ നെഞ്ചത്തോട്ട് കയറാൻ ഇവിടെ ഒരു വേസ്റ്റുകളും അനുവദിക്കില്ല. ഓക്കെ, ഹോട്ടൽ ടാസ്ക് ആണ്. ഹോട്ടൽ ടാസ്ക് ആകുമ്പോൾ ആ രീതി നിൽക്കണമല്ലോ. ഇപ്പൊ ഞാൻ ആ ഹോട്ടലിലെ മുതലാളി എന്ന് വെക്കുക, എൻ്റെ ജോലിക്കാരെ ഒരുത്തം വന്നിട്ട് ഇമാതിരി വർത്തമാനങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഞാൻ ഒട്ടും ഇത് ചെയ്യത്തില്ല. അത് വേറെ കാര്യം, എൻ്റെ റിയൽ ലൈഫിലെ കാര്യങ്ങൾ. പിന്നെ ഇതൊരു ടാസ്ക് ആണ്, അത് പിന്നെ ഏത് രീതി കളിക്കാം, എങ്ങനെ വേണമെങ്കിലും കളിക്കാം. കാരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ക്യാപ്റ്റൻസി ടാസ്ക്, ജയിൽ നോമിനേഷൻ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ആകുമ്പം നമ്മൾ പരമാവധി ഗെയിം കളിക്കാനാണ് നോക്കേണ്ടത്. അപ്പോൾ വരുന്നവരെ വെറുപ്പിക്കാൻ നോക്കിയാൽ നമുക്ക് പണിയേ കിട്ടത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഷാനവാസ് നല്ല രീതി കൊടുത്തിട്ടുണ്ട്. അത് പുള്ളിയൊക്കെ അടപ്പ് തെറിച്ചൊരവസ്ഥയായിപ്പോയി. അത് ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ, അണ്ണൻ ഇല്ലാത്ത അവസ്ഥയായിപ്പോയി. ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം നമുക്ക്. പക്ഷെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. ബി വെരി കെയർഫുൾ അബൌട്ട് വാട്ട് യു ആർ ടോക്കിംഗ്. സംസ്കാരം കുറവാണെന്ന് മനസ്സിലായി. സംസ്കാരത്തിന് പോലും തനിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വണ്ടി വിടാം, എനിക്കറിയാം വണ്ടി വിടാൻ. താൻ പറഞ്ഞിട്ടാണ് ഞാൻ വണ്ടി വിടേണ്ട. വണ്ടി വിട്ടോ കേട്ടോ, ഈ നെഞ്ചത്തോട്ട് കയറണ്ട. വണ്ടി വിട്ടോ താൻ തന്റെ പണിയൊക്കെ തീർന്ന് ഇല്ലാത്ത അവസ്ഥയായിപ്പോയി. നെവിൻ നല്ല രീതിയിൽ കുത്തി കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. നെവിൻ്റെ സ്വഭാവം ഞാൻ പറയാൻ അറിയാലോ. ഓക്കെ, പുള്ളി ഇപ്പോൾ ഇച്ചിരി വെറുപ്പീരായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആദില പഴയതൊക്കെ ഞാൻ കുത്തി പൊക്കുന്നുണ്ട്. നോക്കിയിരുന്നു ഒരു ഡോസ് ഞാൻ തരുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മൾ ഇച്ചിരി വെറുത്തിന്ന് ഇഷ്ടപ്പെട്ട് വന്നപ്പോൾ പുള്ളിക്കാരി കയറി അങ്ങ് തരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ പിന്നെ ഈ ഷാനവാസ് എപ്പോഴും ചെന്ന് തട്ടുന്നൊരു സ്വഭാവമുണ്ട്. അതെവിടെ നിന്നാണ് കിട്ടിയെന്നറിയോ? അഖിൽമാരാരെ, അതും ഹോട്ടൽ ടാസ്കിലാന്ന് തോന്നി. ഈ പറയുന്ന റിയാസ് ഗസ്റ്റായിട്ട് വന്നപ്പോൾ, റിയാസ് അവിടെ ഗസ്റ്റായിട്ട് വന്ന സമയത്താണ് ജുനൈസിനെ തന്ന് ഒരു തട്ടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ഹോട്ടൽ ടാസ്കിലാന്ന് തോന്നുന്നു കേട്ടോ. ഈ തട്ടിയപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ തട്ടിയപ്പോഴത്തേക്ക് അന്ന് അത് ഭയങ്കര വിഷയമാക്കാൻ ഈ ജുനൈസ് ശ്രമിച്ചെങ്കിൽ അത് നടന്നില്ല. അപ്പം ഈ പറയുന്ന അത് കൈകൊണ്ടല്ല, നമ്മളിങ്ങനെ തോളുകൊണ്ട് തട്ടുന്നതിന് സീനില്ല. അത് ഈ പറയുന്ന റിയാസ് തന്നെ എയർപോർട്ടിൽ വന്നപ്പോഴും പറഞ്ഞതാ. റിയാസ് ഇപ്പോൾ വലിയ ഡയലോഗ് അടിക്കുന്നതോടെ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ റിയാസേ, അത് വേണ്ട, നല്ല കാര്യമല്ല. ഓക്കെ, എന്തായാലും ഏറുകൊണ്ട പട്ടക്കത്തിനെ പോലെ പാവമായിരിക്കുന്നു. എനിക്കങ്ങ് ചിരിയും വരുന്നു, കരച്ചിലും വരുന്നു റിയാസിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ. അപ്പോൾ ഇന്ന് റിയാസ് പോയ സമയത്താണെങ്കിൽ എല്ലാവർക്കും ഷേക്കാൻ്റെ ഒക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഞാൻ ചെയ്തിട്ടും ഷാനവാസിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നില്ല. ഞാനിപ്പം സൈഡിൽ തന്നെ ആ ഒരു വീഡിയോ വെക്കാം, സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ സൈഡിൽ തന്നെ ഒരു വീഡിയോ വെക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എല്ലാവരെയും ഹഗ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഷാനവാസിനെ മാത്രം ചെയ്യുന്നുമില്ല. ഓക്കെ, അതൊക്കെ ഈ പറയുന്ന റിയാസിൻ്റെ ഗെയിം ആവാം, ഗെയിമല്ല, വൈരാഗ്യമായിരിക്കും. കാരണം എല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ ആ ഒരു രീതി മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും ഷാനവാസ് നല്ല രീതിയിൽ കൊടുത്തു. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കാണാം.
തൊഴിലാളികളെ നെഞ്ചത്ത് ഈ ഡ്രാമ ചുമ്മാ തുടങ്ങിയതല്ലേ നിങ്ങള്? ഈ ഡ്രാമ നിങ്ങൾ ചുമ്മാ തുടങ്ങിയതല്ലേ? ചുമ്മാ തുടങ്ങിയ ഡ്രാമ അല്ലേ? തൊഴിലാളികളെ നെഞ്ചത്ത് കയറാൻ ഒരു ഗസ്റ്റിന് അവകാശമില്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. I will speak later because എനിക്ക് ഒച്ചയെടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല. ഷാനവാസ് ബാക്കിയുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന ലാംഗ്വേജ് എന്റെ അടുത്ത് സംസാരിക്കണ്ട. നിന്റെ ആക്കി കളഞ്ഞല്ലോടെ. റിയാസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് സമയത്താണോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയെന്ന്. നല്ല രീതി കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ അവൻ വേണം, അവന് ഇച്ചിരി അഹങ്കാരമുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഗെയിം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ വട്ടം പുള്ളിക്കാരൻ വന്ന് അറിയാലോ ഗസ്റ്റായിട്ട് വന്നെങ്കിലും ഒരുപാട് കോണ്ടന്റും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ഇതായിരുന്നു. പക്ഷേ ഈ വട്ടം എന്തോ പേഴ്സണലി ഇത് വെച്ചിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഇത് വെച്ച് ഇന്നലെ ലക്ഷ്മിയുടെ ഒരു ഇതിൽ, ലക്ഷ്മിയുടെ കാര്യത്തിൽ പിന്നെ ലക്ഷ്മിക്ക് നല്ല രീതിയിൽ കേൾക്കണം. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നിലെ വിഷയം ആൾക്കാർ മറന്നു. പക്ഷേ ഞാനത് മറക്കത്തില്ല. അത് അമ്മാതിരി ഒരു തോന്നിവാസമായിപ്പോയി ആ പെണ്ണ് കാണിച്ചു കൂട്ടിയത്. ഒക്കെ പേഴ്സണലി എല്ലാവരും പറഞ്ഞ് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യാൻ അല്ല, ഷാനവാസിനെ അനീഷിനെ അത്യാവശ്യം അയാൾ ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യങ്ങൾ. പക്ഷേ കുറച്ച് കിട്ടേണ്ടതാ. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവുമല്ലോ. ബാക്കിയും കൂടെ വെക്കാം. Don't talk to me like that. തന്റെ ക്ലാസ് താൻ എവിടുന്നാ വരുന്ന തന്റെ ക്ലാസ് ബാക്കിയുള്ളവരോട് കാണിച്ചാൽ മതി. കച്ചറ വർത്താനം എന്നോട് പറയണ്ട. നിങ്ങൾ വരുന്ന സ്ഥലത്ത് നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോരാടാ. നിന്റെ അങ്ങോട്ട് കൂടെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. നിന്റെ മനസ്സിലായി. അത് കണ്ടിട്ട് തന്നെ ഇന്നലെ കിളിർത്ത കൂണുകളൊക്കെ വന്നുകൊണ്ട് ഇവിടെ ശബ്ദിക്കുമ്പോൾ ഞങ്ങളോട് തിരിച്ചോടല്ലേ. ഞങ്ങളുടെ മുതലാളി പറയും ആവശ്യമില്ല. നമ്മുടെ അനീഷ് പാവം പിടിച്ചോ മിണ്ടാതെ ഒരു മൂലയ്ക്ക് അങ്ങ് പോയിരുന്നു. പുള്ളിയുടെ ടാസ്ക് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു. ഷാനവാസിനെക്കാളും പുള്ളിയായിട്ടോ ചെയ്തുള്ള കാര്യം പറയാലോ. ഷാനവാസിന് എന്തായാലും ഗ്രാഫ് കൂടും. എങ്ങനെയായാലും ഇവിടെ ശരിക്കും ഇപ്പം അനുമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നുള്ളൂ. കാരണം സ്ക്രീൻ പ്രസൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അനുമോക്ക്. ഇപ്പം അനുമോൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതായിട്ട് അങ്ങ് ഒതുങ്ങി അങ്ങ് പോകണം. ഒന്നാമത് പിന്നെ പുള്ളിക്ക് അറിയാം മന്ത്ലി പ്രോബ്ലം വിഷയം കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് പറയുകയും ചെയ്തുകൊണ്ട് അവർക്ക് തീരെ വയ്യ. പക്ഷേ ഉള്ള സമയത്ത് ലൈവ് കാണുന്നവർക്ക് അനുമോൾ കഷ്ടപ്പെടുന്നുണ്ട്. ഉള്ള കാര്യം പറയാലോ, കഷ്ടപ്പെടുന്നുണ്ട്. വയ്യെങ്കിലും എണ്ണിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ടി വിക്കകത്ത് കാണിക്കുന്നില്ല. എപ്പിസോഡിനകത്ത് പുള്ളിക്കാരി ഇല്ല. ഓക്കെ, നമുക്ക് ബാക്കി കൂടെ വെക്കാം. അയാൾ സംസാരിച്ച രീതി കേട്ടോ. നിന്റെ ബാക്കിയുള്ള കച്ചറ ആൾക്കാരോട് സംസാരിക്കുന്ന എല്ലാവരോട് മുതലാളി കൊച്ചും ദൂർത്തടിക്കുന്ന മുതലാളി കൊച്ചും. അപ്പം ഈ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ 4 കോയിൻ എടുക്കാനുള്ള ഒരു ഇതും റിയാസിനില്ല. റിയാസ് വലിയ ഡയലോഗ് അടിക്കുന്നത് ബിഗ് ബോസ് മൈൻഡും ചെയ്തിട്ടില്ല. കാരണം ശോഭയാണെങ്കിലും ഈ പറഞ്ഞ ഷിയാസും ഒക്കെ കൊടുത്ത സാധനങ്ങളാണ്. അതൊക്കെ തിരിച്ചു മേടിക്കാൻ അതിനെന്താണ് അധികാരം വല്ലതും ഉണ്ടോ? ഇല്ല. നമ്മൾ അന്നന്ന് ചെയ്യുന്ന ജോലിയുടെ കൂലി അത് നമുക്കുള്ളതാണ്. ഓക്കെ, ഇപ്പം ലാസ്റ്റ് നിമിഷത്തിൽ അയാൾക്ക് വലിയ താല്പര്യമില്ലെന്ന് പറയുമ്പം ഓക്കെ, അത് വിട്ടുകളയണ്ട, അതിന് കോയിൻ കൊടുക്കാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അത് മേടിക്കാനിടയ്ക്ക് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഇന്നത്തെ ടാസ്ക് ചളകൊളമായി എന്ന് പറയാം. ഓക്കെ, പിന്നെ സാബുമോൻ അത്യാവശ്യം ഇച്ചിരി സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും വോട്ടിങ്ങിൽ താഴെ നിൽക്കുന്നത് റെന നമ്മുടെ ബിന്നിയാണ്. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ടോപ്പി ഷാനവാസ്, സെക്കൻഡ് ലക്ഷ്മി. ഓക്കെ, ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് വരാം. ബൈ, ലവ് യു ഓൾ.